നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. സി കൃഷ്ണകുമാറിനെതിരെ എൻ ശിവരാജൻ. കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്നും ആവശ്യം. കെ സുരേന്ദ്രനെതിരെ സന്ദീപ് വാചസ്പതി. പാലക്കാട് പ്രചാരണം തികച്ചും വ്യക്തിപരമായിരുന്നുവെന്ന് സന്ദീപ്. ഫലം വിലയിരുത്താൻ മുന്നണികൾ. പെട്ടി പരസ്യ വിവാദങ്ങൾ തിരിച്ചടിച്ചെന്ന സിപിഎമ്മിലെ ഒരു വിഭാഗം. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. സിപിഎമ്മിനെ വിമർശിച്ചും യുഡിഎഫിനെ പുകഴ്ത്തിയും സമസ്ത. എൽഡിഎഫിന് വേണ്ടി നടന്നത് വില കുറഞ്ഞ പ്രചാരണം. അവജ്ഞയോടെ കേരളം തള്ളിയെന്നും സമസ്ത മുഖപത്രം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദം തള്ളി PMA സലാം. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായേക്കും. ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനമെന്ന് ഫട്നാവിസ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ. മുനമ്പം സമരം തുടരും. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ നിരാഹാരം. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്നും സമരസമിതി. മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിക്ഷേപകർ കൂട്ടമായെത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസിക സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18നോട്. ആത്മഹത്യാ കുറിപ്പും പുറത്ത്. പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് അടക്കമുള്ള വിവാദ ബില്ലുകൾ വന്നേക്കും. മഹാരാഷ്ട്ര ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഭരണമുന്നണി. IPL താരലേലം ഇന്ന്. 577 കളിക്കാർ ലേലത്തിൽ. ശ്രേയസ് അയ്യരും ജേക്ക് ഫ്രഷറും വെങ്കിടേഷ് അയ്യരും നേട്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. മെഗാലേലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വൈകിട്ട് 3 മണിക്ക്. പെർത്തിലാധിപത്യം ഉറപ്പിച്ച് ഇന്ത്യ. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. 77-ന് രാഹുൽ പുറത്ത്. നോക്കാം വിശദമായി. ഫലം വിലയിരുത്താൻ മുന്നണികൾ. വലിയ മാർജിനിലെ തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജൻ രംഗത്തു വന്നു. കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്നും സ്റ്റേജിലല്ല അടിത്തട്ടിൽ പ്രവർത്തിക്കണമെന്നുമാണ് വിമർശനം. സിൽബന്ദികളോട് മാത്രമല്ല എല്ലാവരോടും ബന്ധം വേണം. അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കൺവെൻഷന് ശേഷം തന്നെ ഒരു യോഗത്തിൽ പോലും വിളിച്ചില്ല എന്നും പുറത്തുനിന്ന് വന്ന നേതാക്കൾക്ക് പ്രാദേശിക പ്രശ്നം മനസ്സിലായില്ല എന്നും ശിവരാജൻ തുറന്നടിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജനവിധി മാനിക്കുന്നു. എന്താ സംഭവിച്ചത് അതേ എനിക്കറിയാം. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആദ്യം തന്നെ ഒരു അഭിപ്രായ ഭിന്നത പറഞ്ഞ ആളാണ് താങ്കൾ. അത് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുവരെ അഭിപ്രായമുണ്ട്. നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കൊപ്പം. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇപ്പോൾ പലരും പറയുന്നത് അതാണ്, കുറച്ചുകൂടി ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോ അതൊക്കെ ആയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അത്രയ്ക്കുള്ളൂ. പാലക്കാടൊക്കെ ഉഴുതുമറിച്ച ജയിക്കുമായിരുന്നു. അതായത് പൊതു വോട്ടുകൾ കുറച്ചുകൂടി വരും. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്നുള്ള അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പാർട്ടി വോട്ടുകളിലും ഒരു തരത്തിലും ചോർച്ച വരികയില്ല അല്ലേ? പാർട്ടി വോട്ടുകൾ ഇപ്പോഴും ചോർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിത്തറയുള്ള വോട്ട് 40,000 അത് കിട്ടിയിട്ടുണ്ട്.
40,000, പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43 കിട്ടിയില്ല, അതൊരു 3,000 ചോർന്നിട്ടുണ്ടല്ലോ. അന്നുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട്ടെ പാർട്ടിക്കാരും വോട്ട് മാറ്റി ചെയ്യുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാനത് സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ ഉഴുതും മറിച്ച് ജയിലിൽ കിടന്ന് അടികൊണ്ട് പോലീസ് തട്ടിൽ കിടന്ന് കേസുകൾ നടത്തി പട്ടിണി കിടന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതൊന്നും ഓരോ വോട്ടും ചോദില്ല. ഈ സുരേന്ദ്രനെ മാറ്റണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സംസ്ഥാന നേതൃത്വം ഞാനിപ്പോൾ എന്തിന് സുരേന്ദ്രൻ മാറ്റം? സുരേന്ദ്രൻ തന്നെ നയിക്കണം. 2026 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ സുരേന്ദ്രൻ തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റുന്നവർക്ക് പാർട്ടി വിട്ടു പോകാം. മാറ്റണമെന്ന് പറയുന്നവരല്ലേ? തോൽവിയോടെ കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ നീക്കം ശക്തമാണ്. സുരേന്ദ്രൻ തന്നെ പ്രചാരണം നയിച്ചിട്ടും പാലക്കാട് വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതിയും രംഗത്തെത്തി. ജി ശ്രീജിത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനമായി ഇന്നലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും UDF ലീഡ് വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ ലീഡ് അത് ചെറുതൊന്നുമല്ല, 4590 വോട്ടിന്റെ ലീഡാണ് BJPയുടെ നഗരസഭയിൽ, BJP ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസിന് പോയത്, അല്ലെങ്കിൽ മറ്റ് മുന്നണിക്ക് പോയത്. അത് എങ്ങോട്ട് പോയി? ആ BJP വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ തന്നെ ആവർത്തിച്ചതാണ്. വോട്ട് ഒഴുകിയോ കോൺഗ്രസിലേക്ക് എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ ചോദിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമായും BJPക്ക് 10,671 വോട്ട് കുറഞ്ഞത് നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി സൂചിപ്പിച്ച കാര്യമാണ്. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു പാലക്കാടൻ BJPയിൽ എന്നുള്ള വാർത്തകൾ വരുന്നു. ശിവരാജൻ രംഗത്ത് വന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം വലിയ വിമർശനമായി രംഗത്ത് വരുന്നു. ഒപ്പം സന്ദീപ് വാചസ്പതി വരുന്നു. നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണം എന്ന് ആവർത്തിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പാലക്കാട്? പാലക്കാട് BJPയിൽ കഴിഞ്ഞ കുറേ കാലമുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അതിപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെ പരിഹരിച്ചിരുന്നു എന്നുള്ളതാണ് നേതാക്കളൊക്കെയും അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് അടിത്തട്ടിൽ വരെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഫലത്തിൽ മനസ്സിലാകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് ശിവരാജൻ ഒരു പരിധിവരെ നടത്തിയത്. അദ്ദേഹം പാലക്കാട്ടെ മുതിർന്ന BJP നേതാവാണ്, ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കൃഷ്ണകുമാറിനെതിരെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പ്രവർത്തകരോട് സ്നേഹിച്ച് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കൃഷ്ണകുമാർ തയ്യാറാകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. കൃഷ്ണകുമാറും ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. രാവിലെ ന്യൂസ് 8 തന്നെ സംസാരിച്ചപ്പോഴാണ്. തീർച്ചയായും ദയവായി തുടരുക. നമുക്ക് ആ മറുപടി കേട്ടതിനു ശേഷം തിരിച്ചെത്താം. കൃഷ്ണകുമാറിന്റെ മറുപടി. ഉള്ളവർ തങ്ങളുടെ ശൈലി മാറ്റണം എന്നൊക്കെ വ്യക്തിപരമായി തന്നെ പറയുന്നുണ്ട്. പാലക്കാട് മാറ്റങ്ങൾ ശിവരാജേട്ടൻ എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ. എന്നോട് എൻ്റെ സംഘടന, എൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് കൃഷ്ണകുമാറുടെ ഇന്ന ശൈലി മാറ്റണം പറഞ്ഞാൽ ഞാൻ 100% അത് മാറ്റും. ശൈലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ പരിവാർ സംഘടനകളുടെ പ്രധാന ആളുകളിലോടൊക്കെ പറഞ്ഞു, എന്തെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയണം, എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം പറഞ്ഞ ആളാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ പറയണതാണ്. പാലക്കാട് BJPയുടെ തലപ്പത്തുള്ള പ്രശ്നങ്ങൾ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ BJP? അങ്ങനെ അതെ, അദ്ദേഹം വലിയ ഒരു കഴിഞ്ഞ 10-40 വർഷമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി വേദികളിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള സംവിധാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള എടുക്കേണ്ട തിരുത്തലുകളാണെങ്കിൽ തിരുത്തും. അത് തെറ്റ് തിരുത്തലുകൾ എല്ലാ ഭാഗത്തും വേണമല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ 100% തിരുത്തും. കെ സുരേന്ദ്രനെതിരെയും ചില ഒളിയമ്പുകളൊക്കെ വരുന്നുണ്ട്. സന്ദീപ് വാചസ്പതി പോലുള്ളവർ പറയുന്നത് സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ട് വോട്ട് കുറഞ്ഞു, അത് പരിശോധിക്കണം എന്നുള്ളത്. ചേലക്കരയിൽ വോട്ട് കൂടിയതിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഇല്ലേ? വയനാട്ടിൽ വലിയ ഡാമേജ് ഇല്ലാതെ ആ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടല്ലോ. അപ്പോൾ ഒരു സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ലല്ലോ കണ്ടിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇതിനു മുമ്പ് വോട്ട് കുറഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളില്ല. അതൊക്കെ എല്ലാം സംസ്ഥാന അധ്യക്ഷന്മാരാണോ ഉത്തരവാദിത്വം? വിജയിച്ചാൽ എല്ലാവരും, പരാജയപ്പെട്ടാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യുദ്ധമുന്നണിയിലെ പടയാളികൾക്ക് വിശ്വാസം കൊടുക്കാൻ യുദ്ധം ജയിക്കുന്നതന്നെ പറയണം, അല്ലാതെ തോൽക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും പടയാളി കൂടെ നിൽക്കുമോ?
ജയിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധം നയിക്കുന്ന പടനായകൻ എന്നുള്ള നിലയിൽ എൻ്റെയും കൂടെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. പാലക്കാട് നഗരഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്നാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ജി ശ്രീജിത്ത് തുടരുന്നു. ശ്രീജിത്ത്, അതാണ് അദ്ദേഹം പറഞ്ഞത്. നഗരഭരണത്തിനെതിരായ വികാരമാണ് തിരിച്ചടിയായത്. തന്റെ ശൈലി മാറ്റാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് മാറ്റിയേനെന്നും അദ്ദേഹം പറയുന്നു. ഇനി എന്ത് മാറ്റം പ്രതീക്ഷിക്കണം? എന്ത് സംഭവിക്കും പാലക്കാടിന് BJP-യിലൊപ്പം ദേശീയ നേതൃത്വത്തിൽ, സംസ്ഥാന നേതൃത്വത്തിൽ? എന്തായാലും പാലക്കാട് നഗരസഭയ്ക്കെതിരെ വലിയ പ്രചരണമുണ്ടായി എന്നാണ് C കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പല പ്രചരണങ്ങളും അത് നഗരപരിധിയിലുള്ള വോട്ടുകൾ കുറയാൻ കാരണമായി. ഇപ്പോൾ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വാർഡിലടക്കം വോട്ടുകൾ വല്ലാതെ കുറഞ്ഞ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം C കൃഷ്ണകുമാറിനെ മാത്രം പ്രശ്നമാക്കി കെട്ടിവെക്കാനുള്ള ഒരു നീക്കം ഫലത്തിൽ നടക്കുന്നതിനിടെയാണ് അദ്ദേഹം അതിന് ഫലത്തിൽ അങ്ങനൊരു മറുപടി നൽകുന്നത് എന്നതും പ്രസക്തമാണ്. എന്തായാലും ഈ കെ സുരേന്ദ്രനെ മാറ്റണം എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്നതിനെയും C കൃഷ്ണകുമാർ ഒരു പരിധിവരെ, അതായത് ജയിച്ചാൽ എല്ലാവരുടെയും ജയം, തോറ്റാൽ ഒരാളുടെ തലയിൽ മാത്രം വെക്കുക എന്ന രീതി ശരിയല്ല എന്നാണ് C കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൽ എന്തു മാറ്റമുണ്ടാകും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കാരണം കേവലം ഇവിടെ സുരേന്ദ്രൻ മാത്രം പ്രവർത്തിച്ചൊരു തെരഞ്ഞെടുപ്പല്ല, RSS നേരിട്ടിറങ്ങി പ്രവർത്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എവിടെയാണ് BJPക്ക് വീഴ്ച പറ്റിയത്, എന്താണ് പ്രശ്നമായത്, ഇതെല്ലാം വിലയിരുത്താൻ സ്വാഭാവികമായും RSSന്റെ കൂടി സഹായം BJP നേതൃത്വം, ദേശീയ നേതൃത്വം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു അത്തരം നടപടികളിലേക്ക്, നേതൃമാറ്റം വേണോ എന്ന കാര്യത്തിലേക്ക് എത്തുക. ഇപ്പോൾ ശോഭാ വിഭാഗം നേതാവ് തന്നെയാണ് N ശിവരാജൻ. അദ്ദേഹം പക്ഷേ സുരേന്ദ്രനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. സുരേന്ദ്രൻ കരുത്തുറ്റ നേതാവാണ്, അദ്ദേഹം തന്നെ തുടരട്ടെ എന്നൊക്കെയുള്ള അഭിപ്രായമാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ BJPയിൽ ഉയർന്നു വരുന്നുണ്ട്. വലിയൊരു തോൽവി, യഥാർത്ഥത്തിൽ BJP പ്രതീക്ഷിച്ച വോട്ട് പോലും പിടിക്കാനായില്ല എന്നുള്ളത് വലിയ തോൽവി തന്നെയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അത് തിരുത്തി, താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJPക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി വരുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ എന്തൊക്കെ മാറ്റങ്ങൾ BJPയിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഭവ്യ, തീർച്ചയായും. ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഈ BJPക്ക് 10,000-ൽ പരം വോട്ട് അവിടെ കുറഞ്ഞ സാഹചര്യത്തിൽ LDFന് 860ഓളം വോട്ടുകൾ കൂടിയതും നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും അതിലപ്പുറത്തേക്ക് ഈ ഒരു പ്രചാരണ തന്ത്രം പാളിയോ LDFൽ എന്നതും ചർച്ചയാവാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും LDFന്റെ പല പ്രചാരണ വിഷയങ്ങളിലും നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും NN കൃഷ്ണദാസിനെ പോലുള്ളവർ ഉന്നയിച്ചതാണ്. അവിടെ പരസ്യ വിവാദമടക്കമുള്ളവ, അതേപോലെ തന്നെ ഇപ്പുറത്ത് പെട്ടി വിവാദം, ഇതിനെതിരെയൊക്കെ പരസ്യമായി രംഗത്ത് വന്നതാണ്. ഈ പരസ്യ വിവാദം ഒക്കെ കൊണ്ട് അത് വോട്ടിൽ ബാധിച്ചില്ല എന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ CPMന് ആശ്വാസമായിട്ടുള്ളത് വോട്ട് കുറഞ്ഞിട്ടില്ല, അല്പം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് ഇത്രയധികം സംഘടനാ പ്രവർത്തനം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പാലക്കാട് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർധനവ് മതിയോ? കണ്ണാടിയിലും മാത്തൂരിലുമൊക്കെ പാർട്ടി ഒന്നാമതെത്തുമെന്നായിരുന്നു കണക്ക്. പക്ഷേ അവിടെ ഒന്നാമത് വേണ്ട വിധത്തിൽ വോട്ട് അത്രത്തോളം വർദ്ധിപ്പിക്കാൻ ആയില്ല എന്നുള്ളത് CPMും വിമർശനാത്മകമായി തന്നെ ചിന്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവി അത് വേഗത്തിൽ പഠിച്ച് വളരെ വേഗത്തിൽ നടപടികളിലേക്ക് കടന്ന് തിരുത്തേണ്ടതാണ് എന്ന് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും, ഇടതുമുന്നണിയും ഒപ്പം തന്നെ NDAയും കരുതുന്നുണ്ട്. കാരണം ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇപ്പോൾ C കൃഷ്ണകുമാറൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഷാഫി പറമ്പിൽ നേരത്തെ 2016-ൽ വലിയ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലും BJP നഗരഭരണം പിടിച്ചു. അതിന് തൊട്ടു മുമ്പ് 2011-ലെ തെരഞ്ഞെടുപ്പിന് ശേഷവും നഗരഭരണം പിടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ, അതായത് തോൽവികൾക്ക് ശേഷവും, നിയമസഭാ തോൽവികൾക്ക് ശേഷവും നഗരഭരണം പിടിക്കാൻ BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ആ തരത്തിൽ തിരുത്തലുകൾ വരുത്തിയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് C കൃഷ്ണകുമാർ
പറയുന്നത്. എന്തായാലും പാലക്കാട്ടെ BJP-യിൽ ഭിന്നത രൂക്ഷമാണ്. പ്രത്യേകിച്ച് ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ വാർഡുകളിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. പല നേതാക്കളുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇപ്പോൾ കൃഷ്ണദാസ് അടക്കമുള്ള പല നേതാക്കളുടെയും വാർഡുകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് BJP നേതൃത്വത്തെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു നേതാക്കൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും ജി ശ്രീജിത്താണ് വിശദവിവരങ്ങൾ പാലക്കാട് നിന്നും നൽകിയത്. പാലക്കാട്ട് വീണ്ടും 3ാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതുമുന്നണി. ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 3-1 ഇടിഞ്ഞു. വയനാട്ടിലും വോട്ട് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായോ എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച. ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത്. വയനാട് ലോക്സഭയിലെ ജനവിധിയും പഴയതുതന്നെ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇത് മതി. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. ആഞ്ഞു പിടിച്ചിട്ടും 3ാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല. ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 860 വോട്ടേ അധികം നേടാനായുള്ളൂ. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല. SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം. ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല BJP വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ 4% വോട്ടിൻ്റെ ഇടിവാണ് ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ 12,000-ലധികം വോട്ടിൻ്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് 27,199 വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം. ഇടതു കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നുപോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. അപ്പോഴും 12,000-ന് മുകളിലുള്ള UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് K. മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ വിത്ത് പാകാനിറങ്ങിയ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത്. തുടക്കത്തിലെ പാളിയ രാഷ്ട്രീയ പരീക്ഷണം ഇനി എന്ത് എന്ന ചോദ്യമാണ് അൻവറിന് മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. അഴിമതിയോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു തുടങ്ങിയ പരീക്ഷണം ചെറുചലനം പോലും ഉണ്ടാക്കാതെ പോയ തെരഞ്ഞെടുപ്പ് ഫലം. ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവറിന് കിട്ടിയത് 3,900 വോട്ടുകളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ 3,920 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ 140 മണ്ഡലത്തിൽ ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട്? പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും UDF വിജയത്തിൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ അൻവറിനാകില്ല. സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ നേരത്തെ തന്നെ പ്രിയങ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. ചേലക്കരയിൽ സുധീറിലൂടെ വോട്ട് സമാഹരിച്ച് ശക്തി തെളിയിച്ച് UDF-ൽ സമ്മർദ്ദ ശക്തിയാകാനുള്ള ശ്രമം പാളിയതോടെ അൻവറിന്റെ UDF പ്രവേശനത്തിൽ വെല്ലുവിളികളേറെയാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണയേറുകയാണ്. ഈ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതൊരു ഇവിടുത്തെ ഒരു പ്രപഞ്ച സത്യമാണ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് ഇടതുമുന്നണി വിട്ടത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായതോടെ ആദ്യം പറഞ്ഞ നയങ്ങളിലും നിലപാടുകളിലും അടിക്കടി മാറ്റം വരുത്തുന്ന അൻവറിനെയാണ് കണ്ടത്. പ്രതീക്ഷിച്ച വോട്ട് കിട്ടാതെ ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം തന്നെ പാളിയതോടെ DMK-യുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും. LDF-ലേക്ക് ഇനി പ്രതീക്ഷ വേണ്ട. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അൻവർ UDF-ലെത്താൻ വീണ്ടും ശ്രമിച്ചേക്കും.
പക്ഷേ ചേലക്കരയിൽ UDFന്റെ സാധ്യതകളെ വെല്ലുവിളിച്ച നേതാവിനെ ഒപ്പം നിർത്താൻ മുന്നണി നേതൃത്വം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയ രാഷ്ട്രീയം കൂടി ഒന്ന് നോക്കാം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന മുന്നണികൾ. മഹാരാഷ്ട്രയിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ശിവസേന, NCP എന്നീ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ചാകും തീരുമാനം. ജാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകും. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യ സഖ്യ നേതാക്കളെ സോറൻ കാണും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എന്തായാലും ഇനിയുള്ളത് സർക്കാർ രൂപീകരണ ചർച്ചകളാണ്. പ്രധാനമായും മഹാരാഷ്ട്രയിൽ ഈ ഫട്നാവിസിനപ്പുറത്തേക്ക് ഒരു പേര് അതുണ്ടാവില്ല, അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്താൻ തന്നെയാണ് സാധ്യത. കാരണം വലിയ വിജയം BJPക്ക് സമ്മാനിച്ചിരിക്കുന്നു. BJPയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച നേതാവ്, മുൻ മുഖ്യമന്ത്രി തുടങ്ങിയതൊക്കെ തന്നെ അനുകൂല ഘടകമാണ് ദേവേന്ദ്ര ഫഡ്നാവിസിന്. വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഊഴമാണ്. കാരണം 2014 മുതൽ 2019 വരെ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം NCP അജിത് പവാർ പക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തിയെങ്കിലും 5 ദിവസത്തിനുള്ളിൽ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു ഫഡ്നാവിസിന്. പക്ഷേ BJPയിലെ ഒരു വിഭാഗമെങ്കിലും ഏക്നാഥ് ഷിൻഡെ തന്നെ തുടരട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട് മഹാരാഷ്ട്രയിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ശിവസേന പിളർത്തിക്കൊണ്ട് BJPക്കൊപ്പം ചേർന്ന നേതാവാണ് ഏക്നാഥ് ഷിൻഡെ. അപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് വരുമ്പോൾ, കാരണം 288-ൽ മഹാസഖ്യത്തിന് 234 സീറ്റുകളുണ്ട്. അതിൽ തന്നെ BJPക്ക് 132 സീറ്റുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 സീറ്റുകളാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തോട് BJP അടുക്കുമ്പോൾ സഖ്യകക്ഷികളെ തഴയുന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ല. അത് മുന്നണിയുടെ തന്നെ വിശ്വാസത്തെ ബാധിക്കും എന്നൊരു അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്ക് എങ്ങനെ ഉണ്ട്. എങ്കിൽ പോലും ദേശീയ നേതൃത്വം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇനി ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നിലവിലെ അധ്യക്ഷൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായില്ലെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ഏതായാലും ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായ വിജയം അവിടെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി പറയാനുള്ളത്. പക്ഷേ അത് പ്രത്യേകിച്ച് JMMന്റെ വിജയമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു JMM. പ്രത്യേകിച്ച് BJPയുടെ വലിയ തകർച്ചയ്ക്ക് പ്രധാന ഘടകമായത് ഗോത്ര മേഖലകളിൽ അവർക്കുണ്ടായ തിരിച്ചടിയാണ്. കാരണം സംസ്ഥാനത്ത് 26% വരുന്നുണ്ട് ഗോത്ര ജനസംഖ്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ 81-ൽ 28 മണ്ഡലങ്ങൾ ഗോത്ര മണ്ഡലങ്ങളാണ്, ST മണ്ഡലങ്ങളാണ്. അതിൽ ഒറ്റ സീറ്റിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. അതായത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. അത് തന്നെ ആവർത്തിക്കുന്നതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഏതായാലും ഹേമന്ത് സോറൻ വരും ദിവസങ്ങൾ തന്നെ ഡൽഹിയിലെത്തും. ഇന്ത്യ സഖ്യ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിന് മുന്നോടിയായി ഇന്ന് റാഞ്ചിയിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായും ഹേമന്ത് സോറൻ ചർച്ച നടത്തുന്നുണ്ട്. ഭവ്യ, രാകേഷാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. CPMനെ വിമർശിച്ചും UDFനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായും മുഖപ്രസംഗത്തിൽ പറയുന്നു. സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ വലിയ വിമർശനം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയം UDFന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും മുഖപ്രസംഗത്തിലുണ്ട്. CPMനെ വിമർശിച്ചും UDFനെ പുകഴ്ത്തിയുമാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം എഴുതിയത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള
വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായി മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. വലിയ വിമർശനമാണ് CPM-നെതിരെ ഈ മുഖപ്രസംഗത്തിൽ എഴുതിയത്. പ്രധാനമായും ഇത്തരത്തിലുള്ള സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം, ഈ പ്രചാരണമാണ് LDF-നെ വലിയ തോൽവിയിലേക്ക് പാലക്കാട്ടേക്ക് എത്തിച്ചതെന്നാണ് ഈ പത്രത്തിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് വലിയ ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയെന്നും മുഖപ്രസംഗത്തിലുണ്ട്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇപ്പോൾ CPM-ന് വലിയ വിമർശനമാണ് സമസ്ത മുഖപത്രം നൽകുന്നത്. ഏറ്റവും പ്രധാനമായി സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണമാണ് LDF പാലക്കാട് നടത്തിയതെന്നും പറയുന്നു. മറ്റെന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM-നെ വിമർശിച്ചും UDF-നെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായി മുഖപ്രസംഗത്തിൽ പറയുന്നു. CV അനുമോദ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ്, വിശദാംശങ്ങൾ. നമുക്കറിയാം, സുപ്രഭാതത്തിൽ വന്ന പരസ്യം അത് വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. ഇപ്പോൾ സുപ്രഭാതത്തിൽ തന്നെ മുഖപ്രസംഗം എഴുതി സംസ്ഥാന സർക്കാരിനെതിരെ, LDF-നെതിരെ വലിയ വിമർശനമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു എന്ന് സമസ്ത തുറന്നടിക്കുകയാണ്. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു. ഇതിനെ അവജ്ഞയോടെ ജനാധിപത്യ കേരളം തള്ളിയെന്നും പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് എന്തുകൊണ്ട് 3ാം സ്ഥാനം കരകയറാൻ കഴിഞ്ഞില്ലെന്ന് CPM പരിശോധിക്കണമെന്നും സമസ്ത മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം UDF-ന് വലിയ പ്രശംസയും ഈ മുഖപ്രസംഗത്തിൽ നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ വിജയം UDF-ന് വലിയ ആത്മവിശ്വാസം ആണ് നൽകുന്നത്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്നും ഈ ഒരു മുഖപ്രസംഗത്തിൽ പറയുന്നു. അതായത് സമസ്ത നിലപാട് ആണ് ഈ എഡിറ്റോറിയലിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത്. മറ്റ് പരസ്യവും രണ്ടാണ് എന്ന് സമസ്ത നേരത്തെ തന്നെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു മുഖപ്രസംഗമാണ് ഇപ്പോൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭവ്യ, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ്, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. മറ്റൊരു നേതാവെന്ന് ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് സലാമിന്റെ വിശദീകരണം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച P സരീൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമെന്ന് വ്യക്തമായെന്നുമായിരുന്നു പരാമർശം. നമുക്ക് ആദ്യം പഴയ പ്രതികരണത്തിലേക്ക് പോകാം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. വിവാദമായ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി ഇപ്പോൾ PMA സലാം പറഞ്ഞ മറുപടിയിലേക്ക്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം.
സി.വി. അനുമോദ് തുടരുന്നു. അനുമോദ്, നമുക്കറിയാം ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ PM സലാം പറഞ്ഞ് കുടുങ്ങി അല്ലേ? PM സലാം ആദ്യമായിട്ടല്ല സമസ്ത നേതാക്കൾക്കെതിരെ മതപണ്ഡിതർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ വിവാദങ്ങളിലൊക്കെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം PM സലാം പറയുന്നത് എപ്പോഴും വിവാദമാവുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും PK കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് സമസ്ത നേതൃത്വത്തെ തിരുത്തുവാനും അത് നിലപാട് വ്യക്തമാക്കുവാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അത് ലീഗിന്റെ നിലപാടായിട്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ അന്ന് സമസ്തയും വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വിവാദങ്ങളിലേക്ക് പോകാതെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം ശേഷം തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുവാൻ എന്നതിൻ്റെ ഭാഗമായിട്ട് കുവൈത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. കേക്ക് മുറിക്കുമ്പോൾ ആയിരുന്നു ഈ ഒരു പ്രസ്താവന. അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും PM സലാമിൻ്റെ മുൻകാല പ്രസ്താവനകളും ശൈലിയും എല്ലാം പിന്തുടരുന്നവർക്ക് അറിയാം അദ്ദേഹം ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരാമർശമായിരുന്നു PM സലാമിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ അതിനെതിരെ സമസ്തയുടെ പോഷക സംഘടനകളെല്ലാം തന്നെ വലിയ വിമർശനം ഉന്നയിക്കുകയും ഒന്നായി രംഗത്ത് വരികയും ചെയ്തപ്പോൾ അദ്ദേഹം ആ പ്രസ്താവനയിൽ തിരുത്തൽ വരുത്തി താൻ ഉദ്ദേശിച്ച പിണറായി വിജയനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. സമസ്ത അണികളിൽ ഇത് വലിയ ഒരു പുതിയൊരു വിവാദത്തിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതിലെ പ്രതിഷേധം തുടരുവാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ശരി, സി.വി. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. നിക്ഷേപകർ കൂട്ടമായെത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസിക സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18 പ്രതികരിച്ചു. വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പും പുറത്തുവിട്ടു. തിരുവനന്തപുരം മുണ്ടേലയിലുള്ള രാജീവ് ഗാന്ധി കോപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ കോൺഗ്രസ് വിട്ട് CPM ചേർന്ന വെള്ളനാട് ശശിക്കെതിരെയും ബാങ്കിലെ മറ്റ് ജീവനക്കാർക്കെതിരെയും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുണ്ടേല മോഹനൻ്റെ 2 മക്കൾ, അവർ രണ്ടുപേരും കൃപയും ലക്ഷ്മിയും, കൃപയും കൃഷ്ണയും 2 പേർ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് ഇങ്ങനെയൊരു അലിഗേഷൻ വരാൻ? നേരത്തെ ചില സാമ്പത്തികമായ ക്രമക്കേടുകൾ അവിടെ നടന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെയധികം മാനസിക സംഘർഷത്തിലാണ് എന്നോട് കുറച്ച് ഓപ്പണപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയും ആ ബാങ്കിലുള്ള ഒരു 4 ജീവനക്കാരികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്. അപ്പം അതാണ് എനിക്കറിയാവുന്ന ഭാഗം. എന്താണ് ഇത് ആത്മഹത്യ നോട്ടാണ് അല്ലേ? അത് പോലീസ് കണ്ടെത്തിയത്? ഇത് പോലീസ് അച്ഛൻ മരിച്ച ടൈമിൽ കണ്ടെത്തിയ ആത്മഹത്യ നോട്ടാണ്. ഇതിൽ നിന്ന് ആദ്യത്തെ പ്രതിസ്ഥാനത്ത് അച്ഛൻ പറയുന്നത് വെള്ളനാട് ശശി, പിന്നെ കാട്ടാക്കട AR ബിനിൽ, പിന്നെ മഞ്ജു അക്കൗണ്ടന്റ്, അശ്വതി, മായ, അർച്ചന, ശ്രീജ, ഇവർ 6 പേരുടെ പേരാണ് അച്ഛൻ ഇത് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അച്ഛൻ ഒത്തിരി മുന്നേക്ക് ഒത്തിരി സഹായിച്ചവരാണ് ഇവർ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാണ് എന്നുള്ള രീതിയിൽ എന്നോട് വളരെ വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 56 കോടി രൂപയുടെ അധികം നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു സർവീസ് സഹകരണ പ്രസ്ഥാനമായിരുന്നു ഇത്. അപ്പം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എത്ര കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവനായി പിൻവലിച്ച്, അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പൈസയുടെ കറക്റ്റായിട്ടുള്ള കണക്കുകളൊന്നും നമുക്ക് എന്താ പറയുക, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളനാട് ശശി അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയും ബാക്കി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പുള്ളി ഇവിടെ രാജീവ് ഗാന്ധിയിൽ ഇട്ടിരുന്ന ഒരു വലിയൊരു തുക ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിരുന്നു. അപ്പോൾ വെള്ളനാട് ശശി അത് പിൻവലിച്ചിരുന്നു. അതിനുശേഷം ബാക്കി കുറച്ചെന്തോ കൊടുക്കാനുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്നും വരുമായിരുന്നു. എന്നും രാത്രി ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും, ഒരു ഇരുട്ടി കഴിഞ്ഞാൽ പുള്ളി എന്നും
അവിടെ ഗേറ്റിൽ വന്ന് കിടന്ന് അടിക്കുകയും തിണ്ണയിൽ തോർത്ത് വിരിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ എന്തായാലും ഈ വെള്ളനാട് ശശിക്കെതിരെയും മറ്റ് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ ആക്ഷേപങ്ങളിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മുണ്ടേല മോഹനന്റെ കുറച്ച് വാക്കുകളുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. കഴിഞ്ഞ 9-10 മാസമായി കുറേ വാസ്തവവിരുദ്ധമായ പ്രചരണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കപ്പെടുകയുണ്ടായി. ഒരു 10 months ബിഫോർ, 10 മാസം മുമ്പ് വരെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 56 കോടി നിക്ഷേപം ഉണ്ടായിരുന്ന സംഘമാണ്. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ 26 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ വിഷയം. അതിന് പിന്നിൽ വലിയൊരു സംഘടിതമായ ഒരു ദുഷ്പ്രചരണമാണ്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ വെള്ളനാട് ശശി അടക്കം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ന്യൂസ് 18നോട് മോഹനന്റെ കുടുംബം നടത്തിയിരിക്കുന്നത്. മക്കൾ നടത്തിയത് എന്തൊക്കെയാണ് പ്രധാനമായും അവർ പറയുന്നത്, ആരോപണങ്ങൾ എന്തൊക്കെയാണ്? മുണ്ടേല മോഹനൻ പ്രസിഡന്റായിട്ടുള്ള മുണ്ടേല രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുണ്ടേല മോഹനനെ ആത്മഹത്യ ചെയ്ത നിലയിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളുമായി കുടുംബം തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരിക്കുന്നത്. അവർ പറഞ്ഞു വെക്കുന്നത് വെള്ളനാട് ശശിക്കെതിരെയും അദ്ദേഹത്തോടൊപ്പം ബാങ്കിലെ തന്നെ മറ്റ് 5 ജീവനക്കാർക്കെതിരെയുമാണ്. അവർ തമ്മിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ബാങ്ക് തകരാൻ പോവുകയാണെന്ന ഒരു ദുഷ്പ്രചാരണം നടത്തി ബാങ്കിൽ നിന്ന് 26 കോടിയിലധികം രൂപ 10 മാസത്തിനകത്ത് പിൻവലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് വലിയ തരത്തിൽ മുണ്ടേല മോഹനനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതോടൊപ്പം വെള്ളനാട് ശശിക്ക് ബാക്കി കൊടുക്കാനുണ്ടായിരുന്ന പണം, അദ്ദേഹത്തിന്റെ നിക്ഷേപ തുകയിലുണ്ടായിരുന്ന ബാക്കി പണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി വീട്ടിൽ വന്നും ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം പോലീസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അരുവിക്കര പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ DGPക്ക് നേരിട്ട് പരാതി നൽകാൻ പോവുകയാണ് എന്നാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഈ ആത്മഹത്യക്കുറിപ്പിൽ മുണ്ടേല മോഹനൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശരണപാതയിൽ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലകാലം ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് 6,12,290 തീർത്ഥാടകരാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 70,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. ശബരിമലയിൽ ദർശനം നടത്തി നടൻ ഗിന്നസ് പക്രു. സന്നിധാനത്തും ശരണപാതയിലും ഏർപ്പെടുത്തിയ സൗകര്യങ്ങളിൽ താരം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പക്രു ആവശ്യപ്പെടുന്നു. നടനും ഹാസ്യതാരവുമൊക്കെയായ ഗിന്നസ് പക്രുവാണ് സന്നിധാനത്ത് ഇപ്പോൾ സന്ദർശനത്തിനെത്തിയത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. എപ്പോൾ പോകുന്നു, എപ്പോൾ മല കയറി? ഇന്നലെ വൈകിട്ട് കയറി. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തി. വൈകുന്നേരം ഒന്ന് തൊഴുതു, രാവിലെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പതിവായി എത്താറുണ്ടോ അതോ? പതിവായി എത്താറില്ല. എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. കാരണം നമുക്കത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഇത്തവണ എന്തായാലും അത് എന്താ പറയാ, നല്ലൊരു ദർശനം കിട്ടി. സ്വാമി ഈ അയ്യപ്പനാണോ ഇഷ്ടദൈവം? അതോ നേരത്തെ മുതലേ ഈ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണോ? വിശ്വാസിയാണ്. അതെ, അയ്യപ്പൻ ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു ചൈതന്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്ത് ഇവിടെ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അതിവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേകം എന്ന് പറഞ്ഞൊരു അനുഭവം തന്നെയല്ലേ. അപ്പോൾ അത് ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു നമ്മുടെ സന്തോഷം തരുന്നൊരു കാര്യം. ഈ മല ചവിട്ടി വന്നു പടിയൊക്കെ കടന്നു വരുമ്പോൾ എന്നിട്ട് ഈ നെയ്യഭിഷേകമൊക്കെ കാണുമ്പോഴത്തേക്ക് വേറൊരു ഫീലായിരിക്കുമല്ലോ. അതാണ് ഭയങ്കരമായൊരു
പക്ഷെ ഇവിടെ വന്നു നിന്ന് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിലെ ഈ ശരണം വിളി തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ ഹരിവരാസനം കഴിയുമ്പോഴുള്ള ശരണം വിളി, ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം തന്നെ വേറൊരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയൊരു പ്രത്യേകതയുള്ളൊരു അന്തരീക്ഷം തന്നെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും കൂടെ വന്ന് കാണേണ്ടതാണ് അയ്യപ്പൻ. ഇത്ര വലിയ കാടിനകത്ത് അല്ലെ മല ചവിട്ടി വരുന്ന ഒരു പ്രത്യേകത. അതെ അതെ അതെ. എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ഈ വന്ന വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടായിരിക്കുമല്ലോ? കണ്ടാവുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നുള്ളത് എന്താ പറയുന്നത്, ശാരീരിക പരിമിതികളുള്ള ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എല്ലാവർക്കും ഡോളി എന്ന് പറയുന്ന സംഭവം സാധ്യമാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, വരാൻ പറ്റാത്തവർ, ആഗ്രഹമുള്ളവർ. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ളൊരു സംവിധാനം ഉണ്ടാവട്ടെ. ഈ പുതിയ ഈ ചെയർ ട്രോളി സംവിധാനമൊക്കെ വരുന്നുണ്ട്, റോപ്പ് വേ ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ ഒരു പരിഗണന പ്രത്യേകം ഉള്ളവർക്ക് നൽകിയാലല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയൊരു പരിഗണന പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് അത് വലിയ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കും അയ്യപ്പനെ കാണാൻ എത്രയും വേഗം സാധിക്കട്ടെ. തീർച്ചയായും ഒരു പ്രത്യേക ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം മലയിറങ്ങാനൊരുങ്ങുന്നത്. കാരണം ഈ ശാരീരികമായ അവശതകളുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ കൂടി അയ്യപ്പനെ ദർശിക്കാനുള്ളൊരു അവസരം നൽകണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേവസ്വം ബോർഡൊക്കെ പരിഗണിക്കുമെന്ന് തന്നെ കരുതാം. നിരവധി കലാപരിപാടികൾ അരങ്ങേറുന്ന സന്നിധാനത്തെ തിരുവരങ്ങിൽ ആസ്വാദകരുടെ മനം കവർന്നത് തൃശൂർ സ്വദേശിയായ 66-കാരിയുടെ നൃത്തച്ചുവടുകളാണ്. 5-ാം വയസ്സിൽ ആരംഭിച്ച നൃത്തസഭര്യ അയ്യപ്പന് മുന്നിൽ ചുവടുവെച്ച് അവസാനിപ്പിച്ചു ലത. വർഷങ്ങളായി മല ചവിട്ടുന്ന ലതയുടെ ആഗ്രഹമായിരുന്നു സന്നിധാനത്തെ തിരുവരങ്ങിൽ ചുവടുവെക്കണമെന്നത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് അയ്യപ്പന് മുന്നിൽ മുത്തശ്ശി നൃത്താർച്ചനയൊരുക്കി. അഞ്ചു വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലത നൂറുകണക്കിന് വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം നൃത്താധ്യാപന രംഗത്തും സജീവമായിരുന്നു. സന്നിധാനത്തെ അവതരണത്തോടെ ഇനി നൃത്തവേദികളിലേക്കില്ലെന്ന് ലത. ഞാൻ ഹെഡ് നഴ്സ് റിട്ടയർഡാണ്. ഇപ്പൊ 66 വയസ്സുണ്ട്. ഞാൻ കളിക്കുന്നത് എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാവട്ടെ. ചെറുപ്പം 5 വയസ്സ് തൊട്ടിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 66 ഇയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫറൻസാ. ബന്ധുക്കളടക്കമുള്ളവരുടെ സംഘത്തോടൊപ്പമാണ് പതിവായി സന്നിധാനത്തേക്ക് എത്തിയിരുന്നെങ്കിലും ഇത്തവണ ഒറ്റയ്ക്കാണ് ലത മല ചവിട്ടിയത്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ 3 വിദ്യാർത്ഥികളെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. പ്രതികൾക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന മധു എന്നിവരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മു സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലുള്ള കേസ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ പരസ്പര വിരുദ്ധ മൊഴിയിലും അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന് മുറി മാറ്റി നൽകിയതും വീണ സ്ഥലത്ത് ചെളിയും മെറ്റലും ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും ദേഹത്തില്ലാതിരുന്നതും സംശയമുണ്ടാക്കുന്നതായി കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നാരോപിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവരുമായി അമ്മു സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് അകന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. 3 പ്രതികൾക്ക് പുറമെ കോളേജിലെ മറ്റ് സഹപാഠികൾക്ക്
സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗുരുതരമായി പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിനെ ദൂരക്കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിലും പരാതിയിലും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേള. മുനമ്പം പ്രശ്നപരിഹാരത്തിന് മുനമ്പം ഭൂസമരം 43 ദിവസം എത്തി നിൽക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. ഉന്നതതല യോഗത്തിനു ശേഷമുണ്ടായ ആശങ്ക പരിഹരിച്ചെന്നാണ് സമരസമിതി പറയുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾ 3 മാസത്തിനകം പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പക്ഷേ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളി. വഖഫിന്റെ ആസ്തി വിവരപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. സമരം ഇവിടെ തന്നെ ഞങ്ങൾ തുടർന്നില്ല എങ്കിൽ അത് പബ്ലിക് വലിയ ന്യൂസൻസ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. ആധാരമടക്കമുള്ള രേഖകൾ ഇനി ആദ്യം മുതൽ പരിശോധിക്കുന്നതിനോട് സമരസമിതിക്ക് യോജിപ്പുമില്ല. സർക്കാരിന്റെ കൈവശമുള്ള റവന്യൂ രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിലാണ് മുനമ്പം നിവാസികൾക്ക് കൂടുതൽ താൽപര്യം. ചുരുക്കിപ്പറഞ്ഞാൽ ഈ വർഷം അവസാനിക്കുന്നതിനു മുൻപേ പരിഹാരമുണ്ടായാൽ അത്രയും നന്ന്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കാമെന്ന ധാരണയായെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ ബോധിപ്പിക്കാനുള്ള ശ്രമവും സമരസമിതി നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിൽ മിണ്ടാത്ത കേന്ദ്രം. ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെല്ലാം ഓർമ്മയായതോടെ ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ് മേപ്പാടിയിൽ. ചൂരൽമല നിവാസിയായിരുന്ന എടത്തൊടി മൻസൂർ അവരിൽ ഒരാളാണ്. ഭാര്യയെയും 2 മക്കളെയും സഹോദരിയെയും ഉമ്മയെയും നഷ്ടമായ മൻസൂർ ഇന്ന് ഒരു അനാഥനെ പോലെയാണ്. ബാക്കി എല്ലാവരും പോയി. 5 പേര് പോയി. ഉമ്മ പെങ്ങളെ ഭാര്യ മക്കളൊക്കെ പോയി. അപ്പോൾ ഞാൻ തനിച്ചായി. അപ്പോൾ ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആരുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്. എങ്കിലും ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. മൻസൂർ പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ വേട്ടയാടുന്ന കണ്ണുകൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞു. മൻസൂറിന്റെ ഭാര്യ നസീറയെയും മക്കളായ മുനവറിനെയും റിൻഷ ഫാത്തിമയെയും സഹോദരി സുമയ്യയെയും ഉമ്മ പാത്തുമ്മയെയും ഉരുൾ കവർന്നെടുത്തു. മകൻ ഡിഗ്രിക്കും മകൾ 4ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഉമ്മയുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളിയായിരുന്ന മൻസൂർ അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മാനെ കിട്ടാണ്ട് ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടി. ഇനി ഉമ്മാനെ കിട്ടാണ്ട് ഇല്ല, കാണാൻ പറ്റിയില്ല. ഭാര്യനെയും മക്കളെയും കണ്ട്, ഭാര്യനെയും മോനെയും കണ്ട്. മോളെ കണ്ടിട്ടില്ല, പെങ്ങളെയും കണ്ടിട്ടില്ല. മോള് പിന്നെ ഇവിടെ ആയല്ലോ. അതെ, മറവ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ബാക്കി 2 പേരെയും കണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എത്ര കാലം ഈ വാടക വീട്ടിലെന്നും അറിയില്ല. മൻസൂറിന് പറയാനുള്ളത് ഇത്രമാത്രം. അതന്നെ ഇപ്പോൾ ഭയങ്കര ഇതായിക്കുന്നു, ടെൻഷനായി. കാരണം ഓരും കൈ കഴിഞ്ഞ്, പിന്നെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ എന്താ ഇപ്പം നമ്മളെന്താ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഒരു വീടാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. വീട് ഇവിടെ വിട്ട് പറഞ്ഞാൽ ദൂരെ ലോങ് പറ്റില്ല. കുറച്ച് ഇവിടെ കൽപ്പറ്റ മേപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു. ജോലി ഇവിടെ അടുത്ത പരിചയക്കാർ എല്ലാവരും നമ്മളെ ഇവിടെ ഉള്ളത്.
അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കേന്ദ്ര സർക്കാർ വയനാട് ഉരുൾപൊട്ടലിൻ്റെ നഷ്ടപരിഹാരം നൽകുന്നതിനും അവിടെ സാമ്പത്തിക സഹായം നൽകുന്നതിനും കാണിക്കുന്നത് വളരെ തെറ്റായ സമീപനമാണ്. തികച്ചും ഒരു അവഗണനയാണ് കാണിക്കുന്നത്. മനുഷ്യത്വപരമല്ല അവരുടെ സമീപനം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറന്നിറങ്ങി വന്ന് അവിടെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രഖ്യാപിച്ചു പോയ പ്രധാനമന്ത്രി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ 250ഓളം പേർ മരിച്ചു. ഇപ്പോഴും 47 ഡെഡ് ബോഡി തിരിച്ചു കിട്ടാതെ വന്നിരിക്കുന്നു. കിട്ടിയ ഡെഡ് ബോഡികളൊന്നും പൂർണ്ണമായ ഡെഡ് ബോഡികളായിരുന്നില്ല. ശരീരത്തിൻ്റെ അവയവങ്ങൾ കിട്ടിയപ്പോൾ ആ അവയവങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ച് സ്വന്തക്കാരാണെന്ന് മനസ്സിലാക്കി ആ അവയവങ്ങൾ സംസ്കരിച്ച് സംതൃപ്തി അടയേണ്ട ഗതികേട് വന്നവരാണ്. അത്രമാത്രം മാനുഷികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രദേശമാണ്. അവിടെ സാങ്കേതിക തടസ്സമല്ല വേണ്ടത്. സാങ്കേതിക തടസ്സത്തെക്കാൾ അപ്പുറത്ത് മാനുഷികമായി പരിഗണന വേണ്ടത്. ആ മാനുഷിക പരിഗണന കാണിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കൊല്ലം പുനലൂരിൽ ലക്ഷങ്ങൾ വില വരുന്ന കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ കാടുകയറി നശിക്കുന്നു. കാർഷിക പുരോഗതിക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വാങ്ങിയ യന്ത്രങ്ങളാണ് സ്റ്റേറ്റ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പരിസരത്ത് ഉപയോഗശൂന്യമായി നശിക്കുന്നത്. പുനലൂരിൽ നിന്നും മനോജ് അപ്പുക്കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താരംഭം പൂർണ്ണമാകും. നമസ്കാരം. സംസ്ഥാന കൃഷി വകുപ്പിന്റെ പുനലൂരിൽ പ്രവർത്തിക്കുന്ന ആഗ്രോ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്ററും അനുബന്ധ സ്ഥാപനങ്ങളുമാണിത്. ഇവിടെ കോടികൾ വില വരുന്ന യന്ത്രസാമഗ്രികൾ, കൊയ്ത്ത് മെതി യന്ത്രസാമഗ്രികൾ നശിച്ചു കിടക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കാടിനുള്ളിലായിട്ടാണ് ഈ യന്ത്രസാമഗ്രികൾ ഇവർ ഇട്ടിരിക്കുന്നത്. സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം മഴയും വെയിലും ഏറ്റ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. താഴെ വളരെ സെക്യൂരിറ്റി സംവിധാനം ഉള്ളതുകൊണ്ട് ഇവിടേക്ക് ആരെയും കിടത്തി വിടാത്തത് കൊണ്ട് ഇത് പുറംലോകം അറിയാതെ കിടക്കുകയായിരുന്നു. കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിരവധി അതോടൊരു 40-50ഓളം കൊയ്ത്ത് മെതി യന്ത്രങ്ങളാണ് കാറ്റും മഴയുമേറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ കൃഷി വകുപ്പ് ഇടപെടണം. ഇത് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിനെ സംരക്ഷിക്കുവാനും അല്ലാത്തത് അറ്റകുറ്റപ്പണികൾ നടത്തുവാനുമുള്ള അടിയന്തര നടപടി ഉണ്ടാകണം. കാരണം സംസ്ഥാന സർക്കാരിന്റെ കോടികളാണ് ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. കൃഷി വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പുനലൂരിലെ യൂണിറ്റ്, പുനലൂർ പൈനാപ്പിൾ ഫാക്ടറി എന്നറിയപ്പെടുന്ന ആ യൂണിറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ കാർഷിക യന്ത്രങ്ങൾ നശിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. കാർഷിക മേഖലയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ച് കടന്നു വന്ന ഒരു ഗവൺമെന്റ്, പക്ഷേ പുനലൂരിലെ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രയോജനകരമാകാവുന്ന കാർഷിക മേഖലയിലെ വിവിധ യന്ത്രങ്ങൾ, കൊയ്ത്ത് യന്ത്രങ്ങളടക്കം കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഏതാണ്ട് 40ഓളം ആധുനിക യന്ത്രങ്ങൾ, എല്ലാ തരത്തിലുമുള്ള യന്ത്രങ്ങൾ, അതും പുതിയവ വാങ്ങി ഈ ഡിപ്പോയിൽ നശിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ഏതാണ്ട് 2 വർഷക്കാലത്തോളമായി ഈ യന്ത്രങ്ങൾ മുഴുവൻ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. കാർഷിക പുരോഗതിക്ക് വേണ്ടി, കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കേരള സർക്കാർ കോടികൾ ചെലവഴിച്ച് വാങ്ങിക്കൂട്ടിയ കൊയ്ത്തുമതി യന്ത്രങ്ങളാണിത്. കാടുപിടിച്ച് തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇത് ഇങ്ങനെ മതിയോ? മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. ഉപതെരഞ്ഞെടുപ്പിൽ